മലബാറിൽ മാപ്പിളക്കള്ള് എന്നൊരു കല്ലുണ്ടായിരുന്നു അത്രേ. ഞാനല്ല പറയുന്നത്, മാപ്പിള രാമായണം എഴുതിയ എം കാരശ്ശേരിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മാതൃഭൂമി ചാനലിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കാനൊരു കാരണമുണ്ട്. 1967 അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ആണത്രേ ആദ്യമായി കള്ള് ഷാപ്പിന്റെ ബോർഡ് കാണുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണം 1967 EMS മന്ത്രിസഭയാണ് കേരളത്തിൽ കള്ള് ഷാപ്പുകൾ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എവിടേക്കാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, അല്ലാതെ തന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. 67 EMSന്റെ മന്ത്രിസഭയാണ് കള്ള് ഷാപ്പുകൾക്ക് ലൈസൻസ് ഏർപ്പാട് ചെയ്തത് എന്ന് സത്യമാണ്. അതിനുമുമ്പ് ഈ കേരളത്തിൽ ലൈസൻസ് ഇല്ലാതെ കള്ളപാറ്റും കള്ള് വിൽപ്പനയും എല്ലാം ഉണ്ടായിരുന്നു. അതിന് ലൈസൻസിന്റെ ഒരു മൂക്കയറിട്ടത് 1967 അങ്ങനെയാണ് ലൈസൻസ് ഉള്ള കള്ള് ഷാപ്പുകൾ ഈ കേരളത്തിൽ ആരംഭിക്കുന്നതും ആ കള്ള് ഷാപ്പിന്റെ ബോർഡുകൾ എം കാരശ്ശേരിയെ പോലുള്ളവർ കാണാൻ തുടങ്ങുന്നു. പക്ഷേ കാരശ്ശേരി പറയാതെ വിട്ട ഒരു കാര്യമുണ്ട്. ആ തീരുമാനമെടുത്ത മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. എം കാരശ്ശേരിക്ക് ഇത് അറിയാതെ പോവില്ല, പക്ഷേ അദ്ദേഹം പറയാതെ പോയതാണ്. ആ മന്ത്രിമാര് ഒന്ന് ലീഗിന്റെ എക്കാലത്തെയും മഹാനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ്, രണ്ടാമത് ബഹുമാന്യനായ കുരിക്കൽ. ഈ 2 പേരുമായിരുന്നു. എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ കുരിക്കലിന്റെ മരണശേഷം നഹാ സാഹിബും മന്ത്രിയായത് ഇതേ മന്ത്രിസഭയിലാണ് എന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണെങ്കിൽ ലീഗിന് 3 മന്ത്രിമാരുണ്ടായി. ആ മന്ത്രിസഭയാണ് കേരളത്തിൽ ആദ്യമായി 67 കള്ള് ഷാപ്പ് തുടങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വീര്യം കുറഞ്ഞ ഒരു കള്ള്, വീര്യം കുറഞ്ഞ കള്ളിനെ കുറിച്ചും ബ്രാൻഡിയെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മുടെ ചർച്ച. ഇപ്പോൾ വീര്യം കുറഞ്ഞ ഒരു കള്ളുൽപാദനം നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നു. ആ വീര്യം കുറഞ്ഞ കള്ളിന്റെ പേര് നീര എന്നായിരുന്നു. ആ നീര ചെത്തുന്നവരുടെ, സാധാരണ കള്ള് ചെത്തുന്നവരുടെ, തെങ്ങ് കയറി പനയെ കയറി ഇത് ചെത്തുന്നവരെ ചെത്തു തൊഴിലാളികൾ എന്നാണ് വിളിക്കുക. ഇപ്പൊ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ പരിഹസിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ KM ഷാജി അടക്കം വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെത്തുകാരൻ കോരന്റെ മകൻ വിജയൻ. ശരിയാണ്, പിണറായിയുടെ അച്ഛൻ ഒരു ചെത്തു തൊഴിലാളിയായിരുന്നു. അത് പറയുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അദ്ദേഹത്തിനോ ഒന്നും ഒരു അപമാനമില്ല, അഭിമാനമേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു തൊഴിലാളിയാണ്. ചെത്തു തൊഴിലാളി യൂണിയൻ CITU ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു തൊഴിലാളി സംഘടനയാണ്. അതുകൊണ്ട് പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ അതിൽ അപമാനമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ നീര ചെത്തുന്ന തൊഴിലാളികൾക്ക്, ചെത്തുകാർക്ക്, സോറി അവരുടെ പേരൊന്ന് മാറ്റി, ഇവർ ചെത്തു തൊഴിലാളി എന്നുള്ളത് മാറ്റി നീര ടെക്നീഷ്യൻസ് എന്നാക്കി. ചെത്തുന്നവരാണ്, അവരുടെ പേര് ഇംഗ്ലീഷിലാക്കി നീര ടെക്നീഷ്യൻസ്. ആ നീര ടെക്നീഷ്യൻസിന്റെ ആദ്യത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി നിയോജകമണ്ഡലത്തിലെ ചീക്കോട് വെച്ച് നിർവഹിച്ചത് മുസ്ലിം ലീഗിന്റെ അന്നത്തെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന, ഇന്നത്തെ മലപ്പുറം സംസ്ഥാന പ്രസിഡന്റായ ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷ്യത്തിൽ 1000 പള്ളികളുടെ ഇമാമ് കൂടിയായ ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചെത്താനുള്ള കത്തിയും ആ മേടാനുള്ള എല്ലും കഷ്ണവും ഒക്കെ കൊടുത്ത് അന്നാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആ നീരയുടെ ചെറിയ സാമ്പിൾ ബോട്ടിൽ നിന്ന് അദ്ദേഹം കുടിക്കുന്നതൊക്കെ ഞാൻ അന്ന് വാർത്താ മാധ്യമങ്ങളിലാണ് കണ്ടത്. അത് ജയ്ഹിന്ദിലാണോ മീഡിയ വണ്ണിലാണോ കണ്ടത് എന്നെനിക്ക് ഉറപ്പില്ല. ഏതായാലും അവിടെയാണ് കണ്ടത്. ഇതൊക്കെ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു കള്ളു വിൽപ്പനക്കാർ എന്ന രൂപത്തിൽ പരിഹസിക്കാൻ വരുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അടക്കമുള്ളവരും ഒന്ന് കാണുന്നത് നന്നായിരിക്കും. 1967 മുതൽ കേരളത്തിൽ കള്ള് ഷാപ്പിന്റെ അല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മുസ്ലിം ലീഗിന് ഇടമുണ്ട്. അത് ഈ കേൾക്കുന്നവരും പറയുന്നവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. മാപ്പിള കള്ള് എം കാരശ്ശേരി പറഞ്ഞതുകൊണ്ട്, 67 കള്ള് ഷാപ്പിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പറയേണ്ടി വന്നിട്ടുള്ളത്.